ഫിലിം സൊസൈറ്റികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഈ കാലത്തും വളരെ പ്രസക്തിയുണ്ട് ഫിലിം സൊസൈറ്റികൾക്ക് എന്ന് ഞാൻ കരുതുന്നു. ആ പ്രസക്തി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കാണേണ്ട സിനിമയാണ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്നുള്ള ഒരു ചൂണ്ടുപലകയാണ് ഫിലിം സൊസൈറ്റികൾക്കാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഈ സിനിമകൾ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കണ്ടിരിക്കണം, കണ്ടേ തീരൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ കാലത്ത് ഫിലിം സൊസൈറ്റികൾ. ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റ്, സിനിമാ നിരൂപകൻ, ഗ്രന്ഥകാരൻ, സിനിമാ അധ്യാപകൻ, സംഘാടകൻ എന്നീ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച ശ്രീ എം എഫ് തോമസ് 1946 തൃശ്ശൂരിൽ ജനിച്ചു. ബിരുദ പഠനത്തിന് ശേഷം പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച എം എഫ് തോമസ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ സബ് എഡിറ്ററായി വിരമിച്ചു. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ചലച്ചിത്ര പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഇന്ത്യൻ പനോരമ, സെൻസർ ബോർഡ് തുടങ്ങി ചലച്ചിത്ര സംബന്ധമായ നിരവധി കമ്മിറ്റികളിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി നിർവാഹക സമിതി അംഗം, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളും വഹിച്ചു. മികച്ച ഗ്രന്ഥത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അടക്കം ഒട്ടേറെ വലുതും ചെറുതുമായ അവാർഡുകൾ എം എഫ് തോമസിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഉള്ളൂരിന് സമീപം പ്രശാന്ത് നഗറിൽ കഴിഞ്ഞ 40 വർഷക്കാലത്തിലേറെയായി സിത്താര എന്ന തന്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം എം എഫ് തോമസ് താമസിച്ചു. നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ എം എഫ് തോമസ് ആണ്. എം എഫ് തോമസിന്റെ ചലച്ചിത്ര യാത്രകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് എം എഫ് തോമസ് സാറിന്റെ ചലച്ചിത്ര ജീവിതമാണ്. ഈ ഒരു എപ്പിസോഡിലൂടെ എം എഫ് തോമസ് സാറിന്റെ ചലച്ചിത്ര പ്രപഞ്ചത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം. ഞാൻ ഒരിക്കൽ എം എഫ് തോമസ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എത്തരത്തിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുക? ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ, ഗ്രന്ഥകാരൻ, സിനിമാ നിരൂപകൻ, സിനിമാ അധ്യാപകൻ, സംഘാടകൻ. ഞാൻ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. സാർ ഈ മേഖലകളെല്ലാം തന്നെ ഒരുപോലെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സാർ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് നൽകിയത് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ്. അപ്പോൾ എനിക്കുണ്ടായ സംശയം ഇതാണ്, ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരു പുരുഷായുസ് മുഴുവൻ നല്ല സിനിമയ്ക്ക് വേണ്ടി പോരാടിയ ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. 60 വർഷക്കാലം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നല്ല സിനിമ കേരളത്തിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഒക്കെ പോരാടിയ ഒരുപാട് പ്രതിബന്ധങ്ങളെ, ഒരുപാട് പേടിപ്പെടുത്തലുകളെ, ഭീഷണികളെ ഒക്കെ നേരിട്ടുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു എന്നെ പോലെ ഒരുപാട് അജ്ഞാതര് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ അവർ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തപ്പെടാതെ പോയ ആളുകളാണ്. അവരൊക്കെ കൂടിയിട്ടാണ് കേരളത്തിൽ പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ഒരു നല്ല സിനിമാ പ്രസ്ഥാനത്തിന് വേരുണ്ടാക്കി കൊടുത്തത്, വേരുറപ്പിച്ചത് എന്ന് തറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അതാണ് ആക്ടിവിസം എന്ന് പറയുന്നത്. പക്ഷേ വെറും ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇതൊന്നും നേരിടാതെ കുറച്ചു കാലം അതിൽ നിന്ന് പോകുന്ന ആളുകളാണ്. എം എഫ് തോമസ്, അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്കറിയാവുന്നത് അദ്ദേഹം ചലച്ചിത്ര അധ്യാപകനായിട്ടുള്ള, ചലച്ചിത്ര നിരൂപകനായിട്ടുള്ള, ഫിലിം സൊസൈറ്റി സംഘാടകനായിട്ടുള്ള ഒരു രൂപത്തിലാണ്. അതിനെത്ര കാലം പഴക്കമുണ്ട് എന്ന് അന്വേഷിച്ച് നോക്കിയാൽ വ്യക്തിപരമായി 20 വർഷത്തെ അനുഭവം. സാറിനെ അടുത്തറിഞ്ഞപ്പോഴാണ് അതിന് ഒരു 55-60 വർഷത്തെ പഴക്കം ആ പ്രവർത്തന മേഖലയ്ക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. അത്രയും
അനുഭവ സമ്പത്ത് ലോക സിനിമകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അത് പ്രേക്ഷകൻ്റെ മുമ്പിൽ അതിനെ പരിചയപ്പെടുത്താനും അതിൻ്റെ ശരിയും തെറ്റും നിർണയിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള അപാരമായ ശേഷി. 76 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. സാറിന് ഇപ്പോഴും ഇതിൽ ബഹുഭൂരിപക്ഷം സിനിമകളുടെയും പേരെടുത്ത് പറഞ്ഞ് അതിൻ്റെ സന്ദർഭം എവിടെയാണ് എപ്പോഴാണ് അവതരിപ്പിച്ചതെന്ന് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാനും പറ്റുന്നുണ്ട്. അത്രയും അപാരമായ ഒരു സിനിമാ ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് എം എഫ് തോമസ് സാറിനെ കുറിച്ചുള്ള എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഫിലിം സൊസൈറ്റീസിൽ സിനിമ കാണാൻ തുടങ്ങുന്നത് 97 ആ ടൈമിലൊക്കെയാണ്. അന്നോട്ട് എല്ലാ സ്ക്രീനിങ്ങുകളിലും വളരെ നേരത്തെ വന്ന് ഇരിക്കുകയും കൃത്യമായിട്ട് എല്ലാ സിനിമകളും എല്ലാ സ്ക്രീനിങ്സിനും കാണും തോമസ് സാർ. അങ്ങനെ അത് കണ്ടുപരിചയം പിന്നെ നേരിൽ പരിചയപ്പെടുകയും അന്നോട്ടേ ഉള്ളൊരു ബന്ധമാണ് തോമസ് സാറുമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്ര തോമസ് സാറൊക്കെ ഓരോ സിനിമയും എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാലും വീണ്ടും ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു എനർജിയോടെയാണ് ഓരോ ക്ലാസിക്സും കാണാൻ വരുന്നത്. ക്ലാസിക്സ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനാഷണലി ആയാലും കേരളത്തിലുള്ളതായാലും ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിംസിനെ കുറിച്ചും വ്യക്തമായിട്ട് ഉള്ള അറിവും മിക്കവാറൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാറുണ്ട് തോമസ് സാർ. കഴിഞ്ഞ 60 വർഷക്കാലത്തിലേറെയായി ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്ന എം എഫ് തോമസ് സാറിന് ഫിലിം സൊസൈറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലേതെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവത്തെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ചിത്രലേഖയുടെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചൈനീസ് ഫിലിം പ്രദർശിപ്പിച്ച കാര്യമാണ്. അന്ന് ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ വികലമായിരുന്നു. അന്ന് വന്ന ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ചിത്രം വരികയാണ്, ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറയുന്ന ആ ചിത്രം. അന്ന് അത് കാണിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ചിത്രലേഖയുടെ പ്രവർത്തകരുടെ വീടുകളിലൊക്കെ മഫ്റ്റിയിലുള്ള പോലീസുകാർ ഒക്കെ വന്ന് വിവരങ്ങൾ അന്വേഷിച്ച് ഭീഷണിപ്പെടുത്തിയതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതിനൊക്കെ പുറമെ സിനിമ കാണിക്കുന്ന അന്ന് ടാഗോർ തിയേറ്ററിൽ അന്ന് ആളുകൾ കയറ്റി വിടാനായിട്ട് വാതിലിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പോലീസുകാർ, മഫ്റ്റിയിലുള്ള പോലീസുകാർ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അവർ ഓരോ ആളുകൾ വരുമ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതാര്. അടുത്ത ആൾ വരുമ്പോഴും ചോദിക്കും ഇതാര് എന്ന്. അങ്ങനെ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു ഇതാര് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ആ കാലത്ത് തന്നെ പ്രസിദ്ധനായിരുന്നു. സ്വയംവരം ഒക്കെ പുറത്തു വന്നിട്ടുള്ള ആ കാലമാണ്. വളരെ പോലീസുകാരൻ വളരെ ലഭ്യനായിട്ട് തൻ്റെ ആ പരിശോധന നിർത്തിവെച്ച് അവസാനിപ്പിച്ച്, ഞാനപ്പോൾ പറഞ്ഞു സാറേ അകത്ത് കയറിയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാം, ഒരു കുഴപ്പമുള്ള സിനിമയൊന്നല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയ്ക്ക് ഇത് വളരെ ഇന്ന് കേൾക്കുമ്പോൾ, ഇന്ന് ഓർക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ അന്ന് അതൊരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടായിരുന്നു. അത് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ടാണ് അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. More like an encyclopedia. He kind of knows every film, anything I had to ask, he would be able to tell me everything about it. So that was really nice. And he's so genuinely down to earth and a loving person, which is why I think all of us, all the members of the Banner Film Club actually connect with him so well. And I was so happy that there was a documentary made on his life, which I did watch multiple times, which gave me more insight about what kind of a person he is and his deep love and engagement. I mean, the whole film itself as a medium and a discipline has been so ingrained. I can't even think about him and not think of a film. That's it. And he is one of the most lovable, helpful and open person I have met in Trivandrum so far. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ, ഇത്രയും ഈ ഒരു സിനിമ മൂവ്മെൻറ്റിനോട് മാത്രമല്ല നല്ല സിനിമയോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും ഒക്കെ എപ്പോഴും വളരെ
പോസിറ്റീവായി നിലകൊള്ളുന്ന ഒരാളാണ്. ഏറ്റവും പുതിയ തലമുറയിലെ ആളുകളെ ഇപ്പോൾ ഇന്ന് പോലും 2024 പോലും ഇവിടെയുള്ള കുട്ടികളെ പുതിയ ചെറുപ്പക്കാരായ കുട്ടികളുമായിട്ട് സാറ് സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. അത്രത്തോളം ഈ സിനിമയോട് അത്രയും ഡെഡിക്കേറ്റഡ് ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തോന്നും. ഇത്രയും വർഷമായിട്ട് 45 വർഷത്തോളം 50 വർഷത്തോളമായിട്ടുണ്ടാവും സാറിൻ്റെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴും ഇതിനോടൊരു തരത്തിലുള്ള ഒരു വിമുഖതയില്ലാതെ, മറ്റൊരു തരം വിരക്തിയില്ലാതെ ഈ സിനിമ എന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ് സാർ. ഈ പ്രായമൊക്കെ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ, നല്ല പ്രായമായിട്ടുണ്ട് സാറിന്. ഇപ്പോൾ നമ്മളെക്കാളൊക്കെ നല്ല പ്രായമുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഫിലിം സ്ക്രീനിങ്ങിനും അതിൻ്റെ ഇൻട്രൊഡക്ഷൻസിനും പുതിയ ആളെ പരിചയപ്പെടുന്നതിനും ഒക്കെ ഉള്ളൊരു ആർജവം സാറിനുണ്ട്. അത് തന്നെയാണ് സാറിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സാർ ഹൃദയം കൊണ്ട് ഏറ്റവും അധികം ആരാധിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകനാണ് വിശ്വവിഖ്യാതനായ സത്യജിത്ത് റേ. ഇന്ത്യ ഇന്നേവരെ കണ്ട ആ മഹാനായ കലാകാരനോട് സാറിന് ഇത്രമാത്രം ആദരവും സ്നേഹവും ഒക്കെ തോന്നാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അത്തരം ചില കാരണങ്ങളെ സാർ ഇവിടെ ഓർത്തെടുക്കുകയാണ്. സത്യജിത്ത് റോയുടെ സിനിമകൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ സിനിമയിൽ ആകർഷിക്കപ്പെടുമായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ സത്യജിത്ത് റോയുടെ അപരാജിതം എന്ന് പറയുന്ന സിനിമയാണ്. അത് എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള സിനിമയാണ്. അതിൽ അമ്മയെ കണ്ടപ്പോഴാണ് 1.5 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ഞാൻ അമ്മയുടെ മഹത്തായ മൂല്യം എന്താണ്, ആ പേരിൻ്റെ അടിസ്ഥാനം അമ്മ എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമ കൊണ്ടാണ്. ഒരു ആറ്റം ബോംബിൻ്റെ ശക്തിയോടെ അത് എന്നെ സ്വാധീനിച്ചതായിട്ട് കാണാൻ. അതിനുശേഷം ആണ് ഞാൻ സിനിമ ഇത്ര കണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് എന്ന് വേണം കരുതാൻ. ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ചലച്ചിത്ര സംഭാവനയാണ് സത്യജിത്ത് റോയ്. അദ്ദേഹത്തിനും മുമ്പോ പിമ്പോ അതുപോലെ ഒരു ചലച്ചിത്രകാരൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അത്രയും മഹത്തരമായ കലാസൃഷ്ടികളാണ് സത്യജിത്ത് റോയ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പിൽക്കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകം, അത് ഒരു റെഫറൻസായിട്ട് എന്നും ഞാൻ ഉപയോഗിക്കുന്നൊരു പുസ്തകമുണ്ട്. ബേസിൽ റൈറ്റ് എന്ന് പറയുന്ന ചലച്ചിത്ര പണ്ഡിതൻ എഴുതിയ ദി ലോങ് വ്യൂ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അധ്യായത്തിൻ്റെ പേര് ദി ഏജ് ഓഫ് പതേർ പാഞ്ചാലി എന്നാണ്. ചലച്ചിത്രത്തിൻ്റെ ചരിത്രം ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ വേർതിരിച്ചിട്ടുള്ളത് പതേർ പാഞ്ചാലിയുടെ കാലഘട്ടം എന്നാണ്. ആ കാലഘട്ടം പതേർ പാഞ്ചാലിയുടേതാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സത്യജിത്ത് റോയ് സിനിമയുടെ ചരിത്രത്തിൽ എത്രയോ മഹാനായ ചലച്ചിത്രകാരനാണ്. മലയാളത്തിലെ ഒരു സിനിമാ നിരൂപകനും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം MF സാറിന് ലഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇന്നേവരെ കണ്ട ഏറ്റവും മഹാനായ സംവിധായകനായ സത്യജിത്ത് റേയോടൊപ്പം വളരെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ഇനി സാറ് പറയുക ആ ഒരു ഇൻട്രാക്ഷനെ കുറിച്ചാണ്. സത്യജിത്ത് റോയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിനൊക്കെ പുറമെ സത്യജിത്ത് റോയുടെ ഒപ്പം അദ്ദേഹത്തിനൊപ്പം ഒരു കാറിൽ ഒരുപാട് സ്ഥലത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പോകാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. പത്മനാഭപുരം പാലസിൽ പോയപ്പോൾ അദ്ദേഹം നന്ദലാൽ ബോസിൻ്റെ ചിത്രം കണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത വളരെ സ്നേഹമുള്ള ഒരു ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിട്ട് മതിമറന്ന് ആ സന്തോഷം ഞാനുമായിട്ട് പങ്കുവച്ചത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതേപോലെ തന്നെ പത്മനാഭപുരം പാലസിൽ തന്നെ ചെന്നിട്ട് അദ്ദേഹത്തിന് മൂത്രശങ്ക ഉണ്ടായിട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവിടുത്തെ മൂത്രപ്പുര അന്വേഷിച്ച് മൂത്രപ്പുര കണ്ടുപിടിച്ച് അവിടെ റേനെ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസം, മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ആശ്വാസം, നമ്മളോടുള്ളൊരു സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ.
അതുപോലെ തന്നെ ടാഗോർ തിയേറ്ററിൽ സൂര്യയുടെ അതിഥിയായിട്ട് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ബൊക്കെ, ആ കൊടുത്ത നിമിഷത്തിൽ തന്നെ അത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ ഓർക്കും. പിന്നെ ബൊക്കെ പിടിച്ചത് നടന്നത് ഞാനാണ്. കേരളത്തിലെ സിനിമ ആസ്വാദകർക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എം.എഫ്. തോമസ്. അദ്ദേഹം ദീർഘകാലമായി സിനിമയുടെ ഈ ഒഴുക്കിനൊത്ത് പല തലമുറകളിലോടൊപ്പം സഞ്ചരിച്ച ഒരു സിനിമാ പ്രവർത്തകനും നിരൂപകനും ആസ്വാദകനും ഒക്കെയാണ്. അദ്ദേഹം സിനിമയ്ക്ക് തൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനകൾ തൻ്റേതായ രീതിയിൽ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പോഴും പല തലമുറകളോടൊപ്പം തന്നെ ഒന്നിച്ച് ഈ സിനിമയുമായിട്ട് സംവദിക്കുകയും സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെയധികം കാലത്തെ സിനിമകൾ കണ്ടുള്ള അനുഭവ പരിജ്ഞാനവും ആസ്വാദന ശേഷിയും ഒക്കെ ഉള്ള പലർക്കും ഒരു വലിയ പാഠപുസ്തകമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിനിമയെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്ന് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ എല്ലാ തലമുറകൾക്കും ലഭിക്കാൻ കൂടുതൽ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യജിത്രയെ പോലെ തന്നെ എം.എഫ്. തോമസ് സാറിൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി എം.എഫ്. തോമസ് സാറ് പറയുക അടൂർ ഗോപാലകൃഷ്ണനെ പരിചയപ്പെട്ടതിനെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയായിട്ട് വന്ന ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ ചിത്രലേഖയിൽ സിനിമ എന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമടക്കം 8ഓളം ചലച്ചിത്ര ഗ്രന്ഥങ്ങളും അതിലേറെ സിനിമാ സംബന്ധമായ ലേഖനങ്ങളും മറ്റും എഴുതിയിട്ടുള്ള എം.എഫ്. തോമസ് സാറിനെ ഞാൻ മലയാളത്തിലെ ഏറ്റവും ജെനുവിനായിട്ടുള്ള ഫിലിം ക്രിറ്റിക്കുകളിൽ ഒരാളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് തോമസ് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ഒരു സിനിമാ നിരൂപകൻ എന്ന നിലയിൽ സാർ സിനിമയെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഒരു കാലത്തും ഞാനൊരു സിനിമ ചലച്ചിത്ര എഴുത്തുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ സിനിമയെപ്പറ്റി എന്നും അന്നും ഇന്നും ഒക്കെ ഇനിയുള്ള കാലത്തും ഒക്കെ എഴുതുകയും എഴുതാനിരിക്കുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു സിനിമയെ പരിചയപ്പെടുത്തുകയും വളരെ സാധാരണക്കാർക്ക് ഒക്കെ ആ സിനിമയെ ഒരു ഇത് കാണണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടി അറിവ് നൽകുന്നതിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളാണ്. അതൊന്നും വലിയ കഠിനമായ നിരൂപണ ലേഖനങ്ങളായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ
ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ സിനിമയെപ്പറ്റി, നല്ല സിനിമയെപ്പറ്റി പ്രസംഗിക്കുന്ന പോലെ, ക്ലാസ് എടുക്കുന്ന പോലെ, ക്യാമ്പുകൾ, ചലച്ചിത്ര പഠന ശിബിരങ്ങൾ നടത്തുന്ന പോലെ ഒക്കെ ആയിരുന്നു ഇത്തരം ലേഖനങ്ങളും എഴുതിയത് എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയെപ്പറ്റി കൂടുതൽ അറിവ് ലഭിക്കാൻ, അവഗാഹം ലഭിക്കാൻ, സാധാരണക്കാർക്ക് സിനിമയിലേക്ക് കടന്നു കയറാനായിട്ട് ഒരു വഴി വെട്ടി തെളിക്കുക എന്നുള്ളതാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഇനിയുള്ള കാലത്തെയും, ഇനി വളരെ ചുരുക്കം കാലമുള്ളൂ, ആ കാലത്തെയും എൻ്റെ പ്രവർത്തന ശൈലി എന്ന് എനിക്ക് തോന്നുന്നു. ഫിലിം സൊസൈറ്റി പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നൊരു മാതൃകയായിട്ടും മാഷിനെ കാണാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പല ഫിലിം സൊസൈറ്റി വടക്കാഞ്ചേരി, തൃശ്ശൂർ മുതൽ കണ്ണൂർ അവിടെയൊക്കെ പോയി സിനിമകൾ കാണാറുണ്ട്. പിന്നെ ഫിലിം ഫെസ്റ്റിവൽ ബാംഗ്ലൂരിലൊക്കെ പോയി കാണാറുണ്ട്. അപ്പം പലപ്പോഴും മാഷ് ഞാൻ എവിടെയെങ്കിലും പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാഷ് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കും, അവിടെ അന്ന് നല്ല സിനിമകൾ വല്ലതും കണ്ടോ, ഇന്ത്യൻ പടങ്ങൾ നല്ലതെല്ലാം ഉണ്ട്, മലയാളം വല്ലതും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ മാഷ് ഭയങ്കര ക്യൂരിയസ് ആണ്. അത് അറിയാനും അതിനെപ്പറ്റി ഇത് ചെയ്യാനും മാഷ് ഭയങ്കര അലേർട്ടാണ്. നിങ്ങൾ ഇതിനോടകം പലരുടെയും എം.എഫ്. തോമസ് സാർ എന്ന ചലച്ചിത്ര പ്രവർത്തകനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴമാണ്. ഒരു കാലത്ത് ലോക സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോളിവുഡ് സിനിമ മാത്രമായിരുന്നു. ഹോളിവുഡിനപ്പുറം ഒരു സിനിമയുണ്ടെന്നും ആ സിനിമയെക്കുറിച്ച് പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്ന എനിക്ക് എം.എഫ്. തോമസ് സാറിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും മറ്റും വായിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എം.എഫ്. തോമസ് സാർ ഒരു ഗുരുനാഥന് തുല്യമാണ്. എം.എഫ്. തോമസ് സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ആഗ്രഹിച്ചു പോകുന്നു. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.